ചെറുതായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു മെയിനായിട്ട്. ഓട്ടോസ്ക്ലെറോസിസ് എന്ന ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി വന്നു. ഇതിൻ്റെ കരിയറിനെ ബാധിക്കും തോന്നിയപ്പോഴാണ് ഞാൻ ഡോക്ടർ വിവേകിനെ കാണാനായിട്ട് ഇവിടെ എയിംസ് ചെറിയ ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്നു. ഓട്ടോസ്ക്ലെറോസിസ് യൂഷ്വലി 2 ചെവിയും ബാധിക്കാം. ഞങ്ങളുടെ ഈ പേഷ്യൻ്റ് ഏകദേശം 1 വർഷം മുന്നേ നമ്മുടെ അടുത്ത് 2 ചെവിക്കും കേൾവി കുറവായിട്ടാണ് എത്തിയത്. ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഹിയറിംഗ് ലോസ് ആണ്. അതായത് തുടക്കകാലം നമ്മൾ നോട്ടീസ് ചെയ്തേക്കാം, പക്ഷേ കാലക്രമേണ സമയം മുന്നോട്ട് പോകുന്തോറും ഈ ഹിയറിംഗ് ഡിറ്റീറിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഏകദേശം 1 വർഷം മുമ്പാണ് ഇവിടെ എനിക്ക് പിന്നീട് ഓട്ടോസ്ക്ലെറോസിസ് എന്ന ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി വന്നത്. ആ സമയത്ത് എനിക്ക് 2 ചെവിക്കും ഏകദേശം വളരെ ഇറിറ്റേഷനും ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരുന്നു. ചെറുതായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു മെയിനായിട്ട്. അപ്പം അതിൻ്റെ കരിയറിനെ ബാധിക്കും തോന്നിയപ്പോഴാണ് ഞാൻ ഡോക്ടർ വിവേകിനെ കാണാനായിട്ട് ഇവിടെ എയിംസ് ചെറിയ ഡോക്ടർ ഹോസ്പിറ്റലിൽ വന്നത്. അതേസമയം അതിനുശേഷം ആദ്യത്തെ ഒരു 6 മാസം മുമ്പ് എനിക്ക് റൈറ്റ് സർജറി കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു 6 മാസം ഗ്യാപ്പിട്ട് ലെഫ്റ്റ് സർജറി കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങൾ വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ഭാഗമാണെങ്കിലും ഹോസ്പിറ്റൽ സൈഡിൽ നിന്നുള്ള ഭാഗമാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഡോക്ടറിനെ ആണെങ്കിൽ ഇപ്പോൾ റെഗുലർ ഡേ ഇപ്പോൾ ഇന്ന് വന്നത് ഒരു റെഗുലർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ഓഡിയോ ടെസ്റ്റ് നടത്തിയപ്പോൾ ഉള്ള ഡിഫറൻസ് വളരെ നല്ല ഡിഫറൻസ് ആണ്. നോർമൽ ലെവലിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട്. എൻ്റെ 2 ചെവിയുടെയും ഹിയറിംഗ് ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും. നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഞങ്ങളുടെ ഈ പേഷ്യൻ്റ് ഏകദേശം 1 വർഷം മുന്നേ നമ്മുടെ അടുത്ത് 2 ചെവിക്കും കേൾവി കുറവായിട്ടാണ് എത്തിയത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ, ഹിയറിംഗ് ടെസ്റ്റുകൾ, അതിന് പുറമെ ചെവിയുടെ CT സ്കാൻ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഓട്ടോസ്ക്ലെറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്തു. ഈ ഓട്ടോസ്ക്ലെറോസിസ് യൂഷ്വലി 2 ചെവിയും ബാധിക്കാം. ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഹിയറിംഗ് ലോസ് ആണ്. അതായത് തുടക്കകാലം നമ്മൾ നോട്ടീസ് ചെയ്തേക്കാം, പക്ഷേ കാലക്രമേണ സമയം മുന്നോട്ട് പോകുന്തോറും ഈ ഹിയറിംഗ് ഡിറ്റീറിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെവലിനപ്പുറം കേൾവി കുറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് പേഷ്യൻസ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ, ഈ ഒരു ഡയഗ്നോസിസ് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇതിന് നമുക്ക് 2 ഓപ്ഷൻസാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഒന്ന് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പം ഈ ആംപ്ലിഫയിങ് ഡിവൈസിൻ്റെ സഹായത്തോടുകൂടി ശബ്ദം കൂടുതൽ ഒച്ചത്തിൽ കേൾക്കുക. 2, നമ്മൾ ഈ ഓട്ടോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനകത്ത് നമ്മുടെ ചെവിയുടെ അകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏറ്റവും ചെറിയ ബോണായ സ്റ്റേപ്പീസ് ബോൺ ഫിക്സ്ഡ് ആകുകയാണ്. അത് അനങ്ങാതാകുകയാണ്. അത് ഫിക്സ്ഡ് ആയിപ്പോകും. അപ്പോൾ ആ ഫിക്സ്ഡ് ആയിട്ടുള്ള ബോൺ നമ്മൾ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു പിസ്റ്റൺ അല്ലെങ്കിൽ ഒരു പ്രോസസ്സസ് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സർജറി, അതായത് നമ്മുടെ ശരീരത്തിനകത്തെ ഏറ്റവും ചെറിയ ബോണിൻ്റെ പുറത്ത് പെർഫോം ചെയ്യുന്നൊരു മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറിയാണ്. അപ്പോൾ ഇത് ചെയ്ത് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കേസിൽ നമുക്ക് നമ്മുടെ ഹിയറിംഗ് നോർമലായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഈ പേഷ്യൻറ്റിന് ഓഫർ ചെയ്തു. അപ്പോൾ ചെറുപ്പക്കാരനായതുകൊണ്ട് തീർച്ചയായിട്ടും ഹിയറിംഗ് എയ്ഡ് ഒരു പ്രിഫറൻസ് അല്ലായിരുന്നു. അപ്പോൾ ഈ 2 ചെവിക്കും പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ കൂടുതൽ മോശമായിട്ടുള്ള ചെവിയാണ് ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സർജറി ചെയ്യാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെവി നമ്മൾ ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ ചെവിയുടെ ഹിയറിംഗ് ഇമ്പ്രൂവ് ആയതുകൊണ്ട് പിന്നെ 6 മാസത്തിന് ശേഷം അദ്ദേഹം 2ാമത്തെ ചെവിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 2 ചെവിയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് നോർമലായിട്ടുള്ളൊരു ഹിയറിംഗ് ആണ് പേഷ്യൻ്റിനുള്ളത്. അപ്പം ഇതുപോലുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഒരുപക്ഷെ ഹിയറിംഗ് എയ്ഡ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം സ്റ്റെപ്പിഡോട്ടമി എന്നുള്ളൊരു സർജറിയാണ് നമ്മൾ ഇദ്ദേഹത്തിന് സക്സസ്ഫുള്ളായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അത് 1 ചെവിയല്ല, 2 ചെവിയിൽ. താങ്ക് യു.